വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മൾ മണാലി എത്തിയിട്ടോ. ഇത്ര ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇല്ലാത്തത് മറ്റൊന്നും കൊണ്ടല്ല, എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള മടിയുണ്ടായിരുന്നു. ഗൈസ്, നമ്മൾ ഇന്ന് രാവിലെ മണാലി എത്തി. എൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മൾ റെഡി ആയിട്ട് വി ആർ ഗോയിങ് ടു ബ്രേക്ക്ഫാസ്റ്റ്. ഇന്നലെ രാത്രി ലൈറ്റായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര വിശപ്പായിരുന്നു. അതുകൊണ്ട് റെഡിയായ ഉടനെ തന്നെ എല്ലാവരും നേരെ ഹോട്ടലിൽ പോയി അവിടെ ഇരുന്നു. ഇന്നത്തെ ഭക്ഷണം നമുക്ക് കോംപ്ലിമെൻ്ററി ആട്ടോ, അത് നമ്മുടെ പാക്കേജിൽ തന്നെ ഇല്ലതാണ്. അങ്ങനെ പക്ക നോർത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ നമ്മൾ കഴിച്ചു. ആലു പൊറോട്ടയും ദാൽ കറിയാണ് ഉണ്ടായിരുന്നത്. ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു. ഇനി നമ്മളൊരു ടെമ്പിളിലേക്കാണ് പോകുന്നത്. ആൻഡ് ഐ ഡോണ്ട് നോ ദ എക്സാക്ട് നെയിം ഓഫ് ദ ടെമ്പിൾ. എനിക്ക് എൻ്റെ ഔട്ട്ഫിറ്റ് നല്ലോണം ഇഷ്ടപ്പെട്ടു. പക്ഷേ ആസ് യൂഷ്വൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ എനിക്ക് നല്ല ഫോട്ടോ കിട്ടിയില്ല. ഇനി ആ പോയ സ്ഥലത്ത് നിന്ന് എടുക്കാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് നല്ല വ്യൂ കാണാം. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ എത്തി. ഒരു മലേൻ്റെ മേലെയാണ് അമ്പലം വരുന്നത്. നമ്മളതിൻ്റെ താഴെ ഇറങ്ങി പിന്നീട് മുകളിലേക്ക് നടക്കുകയാണ് വേണ്ടത്. താഴെ ആവട്ടെ ഒരുപാട് ഷോപ്സ് ഉണ്ടായിരുന്നു. ഡ്രസ്സസ് ആയിക്കോട്ടെ, ചെരുപ്പായിക്കോട്ടെ, ആക്സസറീസ് ആയിക്കോട്ടെ, ബാഗ്സ് ആയിക്കോട്ടെ, എന്ന് വേണ്ട ഫുഡ് ഐറ്റംസ് ആയിക്കോട്ടെ, എല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ അറിയാതെങ്കിലും അങ്ങോട്ട് നോക്കി പോകും, പക്ഷെ നമ്മൾ കൺട്രോൾ ചെയ്ത്. ഗൈസ്, നമ്മൾ ഈ ഒരു മല കയറി പോകുന്നതുകൊണ്ട് കുറേ സ്റ്റെപ്പ് ഉണ്ട്. ഈ സ്റ്റെപ്പിൽ കയറ്റി വേണം നമ്മൾ മുകളിലെത്താൻ. പക്ഷെ ഇവിടെ തണുപ്പായതുകൊണ്ട് നമുക്കങ്ങനെ ഭയങ്കര ടയേർഡായിട്ട് തോന്നുന്നില്ല. കുറേ നടന്നു വരാനുണ്ടെങ്കിലും ചുറ്റിലും ഇതുപോലുള്ള കാഴ്ചകളായതുകൊണ്ട് നടത്തം എന്ന് പറയുന്നത് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയതേയില്ല. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. ഇതാണ് ഹിഡിംബ ദേവി ക്ഷേത്രം. ഹിഡിംബ ദേവി എന്നും ഹഡിംബ ദേവി എന്നും പറയാറുണ്ടെന്ന് ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ കണ്ടു. ഇതൊരു ഹിന്ദു ക്ഷേത്രമാണ്. ധുൻഗിരി വൻവിഹാർ എന്ന് പറയുന്നൊരു ദേവദാരു വനത്താൽ ചുറ്റപ്പെട്ടതാണ് ഇവിടം. ടെമ്പിൾ വന്നു. നമ്മളിപ്പോൾ അതിൻ്റെ ചുറ്റും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ സൈഡിൽ കുറേ ഷോപ്പ് ചെയ്യാനുണ്ട്, പക്ഷേ കുറച്ച് പൈസ അധികമാണെന്നാണ് തോന്നുന്നത്. നമ്മളെ കമ്മല് അതുപോലെ തന്നെ അങ്ങനത്തെ സാധനത്തിനെല്ലാം 200 ആണ് റേറ്റ്. മറ്റേ കാശ്മീരി ഡ്രസ്സൊക്കെ ഇട്ട്, കാശ്മീരി തന്നെയാണോ അറിയില്ല, ആ മറ്റേ ഒരു റെഡ് കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ളൊരു ഫോട്ടോ എടുക്കലില്ലേ, അതിനു വേണ്ടി നമ്മൾ പോവുകയാണ്. ഇവിടെ കുറേ ഉണ്ട്. മണാലി വന്ന ആ ഒരു ഡ്രസ്സ് ഇട്ട് ഫോട്ടോ എടുക്കണം എന്നുള്ളത് എൻ്റെ പണ്ടേയുള്ള ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. ചുറ്റിലും ഒരുപാട് സ്ഥലത്ത് അതുപോലുള്ള ഡ്രസ്സ് റെൻറ്റിന് തന്ന് ഫോട്ടോ എടുക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഒരു നല്ലൊരു സൈറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, അവിടത്തേക്കാണ് പോകുന്നത്. നമ്മൾ ഈ വേഷം ഇട്ടു, ഫോട്ടോസ് എടുത്തു. നമ്മൾ ഇവിടുന്ന് പോലായി നല്ല അടിപൊളി ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്തു. എന്റെ മുടിയുടെ പുഷും പോയി. ഇവിടെ ഇതുപോലെ കുറേ മൾബറീസും ചെറീസും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ ഇതൊന്നും അങ്ങനെ ഉണ്ടാവാറില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ചു. പക്ഷെ ചിലതൊക്കെ നല്ല മധുരമായിരുന്നു, ചിലതൊക്കെ ഒട്ടും മധുരമുണ്ടായിരുന്നു. ദിസ് ഈസ് മൾബറി. അവിടെ നിന്ന് കുറച്ച് നടന്നു വരുമ്പോഴാണ് ചോളം ഇങ്ങനെ ചുട്ടിരുന്ന് കണ്ടത്. നല്ല തണുപ്പത്ത് ചൂടുള്ള ചോളം കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. റോസ്റ്റഡ് ചോളം വിത്ത് സോൾട്ട് ആൻഡ് പെപ്പർ. ASMR ആക്കാം. നല്ല തണുത്ത വെതറിൽ ചൂടുള്ള ചോളം തിന്നാൽ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. കാര്യമായിട്ട് നമ്മൾ അവിടെ നിന്ന് ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇതുപോലെ കഴിക്കാൻ കുറച്ച് ചെറീസും ചോളം കാഷ്യൂസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, വേറൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. മണാലി അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പാർക്കാണ്. ഈ പാർക്കിൻ്റെ പേരും വൻവിഹാർ തന്നെയാണ്. ഇത് ഫുള്ള് ഒരു വൻവിഹാർ എന്ന് പറയുന്ന ഒരു ഫോറസ്റ്റ് ഏരിയ ആണ്, അതുകൊണ്ടാണ് ഇതിൻ്റെ പേരും അങ്ങനെ വന്നത്. ഭയങ്കര എന്തോ
ഈ പാർക്കിൽ നമ്മൾ കുറേ നേരം സ്പെൻഡ് ചെയ്തു. നമ്മൾ അവിടെയൊക്കെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നേരെ ഫുഡ് ഐറ്റംസ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോയി. അവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ ജസ്റ്റ് പാനിപ്പൂരി, ബേൽപൂരി, പിന്നെ മാഗി, പിന്നെ മോമോസ്, അങ്ങനെ പിന്നെ കുറച്ച് ജ്യൂസസൊക്കെ ട്രൈ ചെയ്തു. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിച്ചു. നമ്മളിപ്പോൾ ഷോപ്പിങ്ങിന് വേണ്ടി ടിബറ്റൻ മാർക്കറ്റിൽ വന്നിട്ടുള്ളത്. അറിയില്ല ഇവിടെ എങ്ങനെയാ പ്രൈസ്. ലെറ്റ്സ് എക്സ്പ്ലോർ ടിബറ്റൻ മാർക്കറ്റ്. അങ്ങനെ പാർക്കിൽ നിന്ന് ഇറങ്ങി നേരം നമ്മൾ ഈ തിബറ്റൻ മാർക്കറ്റിലെത്തി. ഇവിടെ ജസ്റ്റ് കണ്ടിട്ട് പോകുന്ന ഇഷ്ടമാണ് വന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഇവിടുത്തെ സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ നമ്മളെ കണ്ണ് മഞ്ഞളിക്കുന്നെല്ലാം പറയില്ലേ, അതുപോലെ ആയിപ്പോയി. അത്രമാത്രം വെറൈറ്റി സാധനങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. എനിക്ക് ഇവിടെയുള്ള ഡ്രസ്സസൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇവിടെയുള്ള ഓരോ സാധനങ്ങളും അടിപൊളിയായിരുന്നു. പൈസ ഇവിടെ വിചാരിച്ച പോലെ ഒന്നല്ല, ഭയങ്കര പൈസ. നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിയും പൈസ ആൻഡ് നോ ബാർഗെയിനിങ്, എല്ലാം ഫിക്സഡ് ആണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്നൊന്നും വാങ്ങിക്കാൻ ചാൻസ് ഇല്ല. വി ആർ പ്ലാനിങ് ടു ബൈ സം സാധനങ്ങൾ ഇൻ സരോജിനി മാർക്കറ്റ്. അങ്ങനെ ഒന്നും വാങ്ങാൻ പറ്റിയിട്ടില്ലല്ലോ എന്നുള്ളൊരു വിഷമത്തോടെ നമ്മൾ അവിടെ തന്നെയുള്ളൊരു ബുദ്ധിസ്റ്റ് ടെമ്പിൾ ആട്ടോ ഇത്, അവിടത്തേക്ക് പോയി. അവിടെ നല്ല പീസ്ഫുള്ളായിരുന്നു. അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് അതിൻ്റെ സൈഡിൽ തന്നെ ഒരു പാനിപ്പൂരി വെക്കുന്നൊരു ഷോപ്പുണ്ടായിരുന്നു. സോ അവിടെ പോയിട്ട് പാനിപ്പൂരിയൊക്കെ കഴിച്ച് നമ്മുടെ വിഷമം അങ്ങനെ മാറ്റി. അടിപൊളി പാനിപ്പൂരി ആയിരുന്നു. ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഡേ ഓൾമോസ്റ്റ് അവസാനിക്കാറായി. നമ്മൾ ഇന്ന് ആദ്യം പോയത് ഹിഡുംബാദേവി ടെമ്പിളിലാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മൾ നേരെ വൻവിഹാർ പാർക്കിൽ പോയി. ദെൻ അവിടെ നിന്ന് നേരെ തിബറ്റൻ മാർക്കറ്റിൽ വന്നു. അവിടെ നിന്ന് നേരെ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയിൽ പോയി. പിന്നെ അവിടെ കുറച്ച് സമയം ചിലവഴിച്ച് വീണ്ടും അതിനപ്പുറമുള്ളൊരു മാർക്കറ്റിൽ പോയി. അവിടുന്ന് കുറച്ച് ഫുഡ് എക്സ്പ്ലോർ ചെയ്തു. ആൻഡ് ഇപ്പോൾ തണുപ്പ് കൂടി വരുന്നുണ്ട്. ഐ തിങ്ക് ഒരു 10 ഡിഗ്രി എല്ലാം ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. അതിന് നമുക്ക് ജാക്കറ്റ് ഇല്ലാതെ പിടിച്ച് നിൽക്കാൻ പറ്റുന്നൊക്കെ തോന്നില്ല. അതിന് മുമ്പേ നമ്മൾ വണ്ടിയിൽ പോകും. ചിലപ്പോൾ ഇവിടെ ചുറ്റിക്കറങ്ങിയിട്ട് നേരെ റൂമിലോട്ട് ഇരിക്കാൻ വേണ്ടി. ഇവർ ഓരോ ഷോപ്പിൽ നിന്ന് നമ്മൾ ഡിസ്കൗണ്ട് തരാമെന്ന് പറഞ്ഞിട്ട് വിളിച്ച് വരുത്തും. ചാടെ പോയിട്ട് പറയും 8,000, 15,000. ഇതൊന്നും നമ്മൾ മലയാളികളെടുക്കാൻ നടക്കൂല. ഈ മാർക്കറ്റ് പോയിട്ട് 2-3 സ്ഥലത്ത് പോയപ്പോൾ നമ്മൾ വിചാരിച്ചു അതോടുകൂടി തിബറ്റൻ മാർക്കറ്റ് കഴിഞ്ഞു എന്ന്. പക്ഷെ മുന്നോട്ട് നടന്നപ്പോഴാണ് മനസ്സിലായത് ഇനിയും ഒരുപാടുണ്ടെന്ന്. അങ്ങനെ ഒരു വലിയ സ്ട്രീറ്റിലേക്ക് തന്നെ നമ്മളെത്തി. അവിടെ കുറേ ഷോപ്സ് ഉണ്ടായിരുന്നു, ഫുഡ് സ്റ്റോൾ ഉണ്ടായിരുന്നു, ഹോട്ടൽസ് ഉണ്ടായിരുന്നു, കഫേ ഉണ്ടായിരുന്നു, ബാറ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരും. അടിപൊളിയായിരുന്നു. ഭയങ്കര ആക്റ്റീവായിട്ടുള്ളൊരു സ്ട്രീറ്റായിരുന്നു. നമ്മൾ അവിടെ നിന്ന് വെറുതെ ഒരു ചലഞ്ച് എന്ന രീതിയിൽ ഡാൻസൊക്കെ ചെയ്തു. നമ്മൾ ഇന്നത്തെ കറക്കം അങ്ങനെ അവസാനിച്ചു. ഇപ്പോൾ സമയം 8 മണി. നമ്മൾ റൂമിലേക്ക് പോകുന്നു. സച്ച് എ ഗുഡ് ഡേ അല്ലേ? വീട്ടുക്ക് ബാത്ത് യഹം 3 ഡിഗ്രി. ശരി ഗായ്സ്, ഞാനും വന്നിരിക്കുന്നു. അമ്മച്ചി 3 ഡിഗ്രിയിൽ നമ്മൾ കുളിച്ചു. ഇപ്പൊ നമുക്ക് കിടുകിടാ വിറക്കുന്നു. വന്നിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ലൈക്കായത് ഈ റോസസ് ആണ്. എന്ത് വലിയ റോസാന്നറിയോ, ഭയങ്കര വലുത്. ഇത്ര ഒന്നല്ല, നമ്മൾ നേരത്തെ കണ്ട സ്ഥലത്തൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ഇത് കുറവാണല്ലേ ശരിക്കും പറഞ്ഞാൽ. നേരത്തെ കണ്ടത് വെച്ച് നോക്കുമ്പോൾ എൻ്റെ മോനെ, നേരത്തെ കണ്ടത് വെച്ചു ഇത് ഒറിജിനലാണ്. ഇതിൽ ഒറിജിനൽ ഈ 3 ഡിഗ്രിയിലും ഒരു കുപ്പായ ഒരു കുപ്പായല്ല, ഷർട്ട് ഇടാൻ നിൽക്കുന്ന ചപ്പാത്തിയും പനീർ കറിയും ട്രൈ ചെയ്തു. मेरा चपाती नाइस. इनी കുറച്ച് റൈസ് ആൻഡ് ദാൽ കറി. ചോറ് പറഞ്ഞാൽ കുഴപ്പമില്ല. എടുത്തിട്ട്
ഇനി ഒരു ക്യാരറ്റ്. നമ്മൾ ഒരു നൈറ്റ് വാക്കിന് ഇറങ്ങിയതാണ്. എനിക്ക് വർത്തമാനം പറയാൻ പറ്റില്ല, കാരണം ഇറ്റ്സ് 1 ഡിഗ്രി ഹിയർ. ഞാൻ ജാക്കറ്റ് ഇട്ടിട്ടില്ല, നല്ല തണുപ്പ്.